ഞങ്ങൾ ഒരു സമയത്ത് തന്നെ പ്രണയമായിരുന്നു, പ്രേമമായിരുന്നു, ഇഷ്ടമായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ പിന്നെ ഏറ്റവും അവസാനം തേപ്പായിരുന്നു. അവർക്ക് തേപ്പ് തേച്ചൊന്നും ഇല്ലാരും. നീയാ എങ്ങനെയൊക്കെയോ തേച്ചത് എങ്ങനെയൊക്കെയോ എല്ലാടി. രണ്ടായിരം തേച്ചൊന്നും ഇല്ല. ആടി ഞാൻ തേച്ച് എന്തേ ഇതെന്ന് നീയല്ലേ ഇവനല്ലേ നിന്നെ തേച്ചത്. പറ്റി നിനക്ക് സപ്പോർട്ട് ചെയ്യുമ്പോ നീ എനിക്ക് ഉണ്ടാക്കുന്ന. ഓൻ തേച്ചോന്നല്ല നമ്മള് നീ തേച്ചപ്പല്ലേ നീ തേച്ചത് പാവം പിടിച്ച ചെറുക്കനെ ഇല്ല, നിന്നെ ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചൊന്നുമല്ലോ. ഞങ്ങളെ ഇടയിൽ തേപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങള് പറഞ്ഞിട്ട് തന്നെ നിർത്തിയതാ. എന്തിനാ ഞങ്ങള് റാത്താൻ തള്ളയോടി ലൈവ് ഇട്ട് സ്വന്തം ലൈവ്. ഞാൻ കണ്ടിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അവൻ ആടാക്കത്തില്ല, പോയിട്ട് കരിയില്ല. സുമിയെ റാത്താൻ ലൈവ് ഇട്ട് ആടാക്കത്തില്ല കേട്ടോ. നമ്മള് കൂട്ടും പോകുന്നത് എങ്ങോട്ട് വിട്ട ഞാനെ കൂട്ടും പോകുന്നില്ലല്ലോ മാമേ. ഞാൻ വീട്ടിൽ തന്നെ. ഞങ്ങൾക്കിടയിൽ സത്യമായിട്ടും ഒരു തേപ്പ് സംഭവമില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെയോ എന്നങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. അതങ്ങനെ പറഞ്ഞിട്ടാ കേട്ടാ. പക്ഷെ ഞാൻ ഈ ഇൻസ്റ്റയിലേക്ക് വന്നിട്ട് ഫേമസ് നമ്മളെ പുന്നച്ച വഴിയാണ് ഞാൻ ശരിക്കും നിങ്ങളൊക്കെ ആരാന്ന് നിങ്ങളൊക്കെ അതെ പൊന്നുവച്ചായിട്ട് പിന്നെ കിളികളുടെ രാജകുമാരൻ കൂടെ അങ്ങനെയല്ല ഇല്ലാത്ത പൊന്നിച്ച കോടികളുടെ. അല്ല. ഞാൻ ഇൻസ്റ്റയിലുണ്ടെങ്കിലും ഇൻസ്റ്റയിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ഈ കമ്പനിക്കാർ ഈ സർക്കിളിലില്ല, നീ ഈ സർക്കിളിലില്ല. നീ അവിടെ നമ്മുടെ ഈ പൊന്നുവച്ചാടെ കുറച്ച് ഡിംഗോഫിക്കേഷൻ ടീമില്ലേതാ അപ്പുറത്ത് ഈ ജിൻഡോ അല്ല പൊന്നുച്ചന്റെ 2 ലൈവിലേ വന്നേയുള്ളൂ. പിന്നെ ഞാൻ ഫേമസ് ആയി. പറഞ്ഞേ നമ്മളെ മറ്റേ ജിൻഡോ പി കൂള്. പിന്നെ ഈ പറഞ്ഞ ഈ മണ്ടൻ ഈ പറഞ്ഞ ഈ പൊന്നുവച്ച നീ മണിയൻ ജാസിക്കാനെ എടുത്തു എടി എമ്മാതിരി സുമി എമ്മാതിരി എന്താ പണിയെന്താ അത് ഒരു കാര്യമുണ്ട് സുമിയെ. അവന്റെ പോസ്റ്റിൽ പോയിട്ട് ഇവിടെ അടിച്ചാ എടാ പോസ്റ്റ് പോയിട്ട് കമന്റ് സത്യമുള്ളതല്ലേ പറയാൻ പറ്റും. നീ എന്താ ആ കമന്റ് ആക്കിയാ ഇഷ്ടപ്പെടുകയാണ്. നീ പോയിട്ട് അനാവശ്യം പറഞ്ഞു ചുമ്മാ ഇരിക്കുവോ? ഞാൻ ആവശ്യമാ പറഞ്ഞേ കുറ്റിപ്പുറം കൊണ്ടുവന്ന രണ്ടും ഇത് ആരാളെ പെണ്ണാന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ പാമ്പ് പിടിച്ച് ഊക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട മുടക്ക ചേക്ക് വെച്ച് കെട്ടി പെണ്ണാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനോനോട് ഓനെന്നെ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞെന്താ അറിയോ, ഈ ആണാണോ പെണ്ണാന്ന് ആദ്യം തെളിയിക്കടിയെന്ന്. അപ്പൊ എന്നെ കോളാക്കണ്ടേ? എന്നെ കോളാക്കണ്ടായിരുന്നോ? പറയട്ടെ ഞാൻ പറഞ്ഞ വീഡിയോ കോൾ ഓണാക്കി ഞാൻ എനിക്ക് തുണി ഊരി കാണിച്ചു തരാം. അപ്പൊ ആണാണോ പെണ്ണ അതേപോലെ ഈ നൂരി കാണിച്ചു തരുമെന്ന് ചോദിച്ചു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു എന്റെ ആ ഷീ ഉണ്ടാക്കണം മോര് നച്ചിങ്ങാണ്ട് വേറെപ്പിന്റെ പണിക്ക് വേണ്ട അവിടെ കുത്തിരിക്കുന്നുണ്ട് വെച്ചിട്ട് എല്ലാരും മെക്കിട്ട് അങ്ങനെ അവൻ കോളാക്കിയപ്പോ നീ എന്നെ നാളാക്കണ്ടായിരുന്നോ? അപ്പൊ അതൊന്നും മനസ്സിൽ വന്നില്ല. അപ്പൊ 4 എന്റെ കൊച്ചെ ടിക്ടോക്കിലാണെങ്കിൽ ജാസിയുടെ കുണ്ടി രണ്ട് വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 3ാമത്തെ വാക്ക് പോണില്ല അങ്ങോട്ട്. എന്താന്ന് നോക്കാൻ നേരത്തത് എന്താ നീങ്ങി പോവാത്ത മെസ്സേജ് നോക്കുമ്പോ ആളിന്നെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണ്ടേ മെസ്സേജ്. നീ ആ കാണിച്ച അവനാണെങ്കിൽ പാമ്പ് പിടിച്ച് കഴിഞ്ഞ ദിവസേ അവന്റെ കല്യാണം കഴിഞ്ഞ കേട്ട് ഒരു ഇൻട്രണ്ട് നീ പറഞ്ഞ ജയ്ക്കൊണ്ടും ജാസിയുടെ കേട്ടാ. അപ്പത്തെ ആ പെണ്ണി ചോദിച്ചു. അപ്പൊ ആ പെണ്ണല്ലേ ഈ പയ്യൻ കേട്ടോ. അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഇല്ലേ ആദ്യ രാത്രി ചോദിച്ചേട്ടാ. അപ്പത്തേക്കും ചോദിച്ചു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ചോദിച്ചു ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും വേറെ ഒരു റിലേഷൻ പറഞ്ഞ് എനിക്ക് അങ്ങനൊന്നും ഇല്ല. അപ്പം താങ്കളുടെ ദേഹത്ത് ആദ്യമായിട്ട് തൊടുന്നത് ആരാണ്? എന്റെ ശരീരം എന്റെ ഭർത്താവിന് സ്വന്തം. ഞാനത് എന്താ സാർ കിഫ്ബി ഉണ്ടാക്കിയപ്പോ ഉള്ള പ്രഖ്യാപനം ഇന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താ കിഫ്ബി കൊണ്ടുവന്നപ്പോ ഇവിടെ എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തിരുന്ന് ലീഗൽ ഒബ്ജക്ഷൻ നടത്തിയ ഒരാളാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. എന്താണ് ചെയ്യുന്നത്? ബജറ്റിൽ നിന്ന് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക എടുത്തുകൊണ്ട് പോകുന്നു എല്ലാ വർഷവും. 2000-3000 കോടിയാണ്. അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ സെസ്. അതാണ് കിഫ്ബിയുടെ ഒരു ബജറ്റിന് പുറത്താണ്, സർക്കാരിന് പുറത്താണെന്ന് പറയുന്ന സാധനമാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ബജറ്റേതര എക്സ്ട്രാ ബജറ്ററി ഇതാണ് സംഭവമായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ പൈസ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ബാക്കി കടം മേടിക്കുക. കടം മേടിച്ചേക്കണ പലിശ നിരക്ക് കേട്ടാൽ നിങ്ങൾ തലചുറ്റി വീഴും. കടം മേടിച്ചേക്കണ നമ്മൾ ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റ് അറിയാവുന്ന ഒരാൾ കണ്ട ബോധം പോകും. ഈ റേറ്റിന് ഇൻട്രസ്റ്റ് റേറ്റിനാണ് പൈസ മേടിച്ചത്. ആ ബോറോയിങ് എന്തിന്റെ കെയർ ഓഫിലാണ്? സോവറിൻ ഗ്യാരണ്ടി ഓഫ് ദ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കണം കടം മേടിക്കുന്നതിന്. ഇവിടെ നിന്ന് പൈസ, ബജറ്റിൽ നിന്ന് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അവരുടെ തുക. ഇനി ഈ തുക ഇവർക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ഒറ്റ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമും ഇല്ല കിഫ്ബിയിൽ. ഞാനൊന്ന്
കാല് പിടിച്ച് പറഞ്ഞ അന്നത്തെ ധനകാര്യമന്ത്രിയോട്, നിങ്ങളൊരു 50% പ്രോജക്റ്റ് നിങ്ങൾ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് വെച്ചാൽ ഈ പൈസ അടച്ചു പോകും, സർക്കാരിൽ ബാധ്യത വരില്ല. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് എന്താ? അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബജറ്റിന്റെ തലയിലേക്ക് വരും. പിന്നെ ഒരു ഉപായം പറഞ്ഞത് എന്താ? കടമെടുപ്പിന്റെ പരിധിയിൽ, അതായത് GSTPയുടെ 3% ഇപ്പൊ 3.5 ഉണ്ട് കണ്ടീഷണൽ ആയിട്ട്, അത്രേ കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുള്ളൂ. ഇതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കാണാതെ വേറെ പുറത്തുനിന്ന് കടമെടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവര് സമ്മതിക്കില്ല. കാരണം സ്റ്റേറ്റ് ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് FRBM ആക്ട് കൊണ്ടുവന്നത്. അത് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? ഇപ്പോ അത് കടമെടുപ്പിന്റെ പരിധിയിലാക്കി. അതുകൂടി ഞങ്ങളുടെ തലയിലാണ്. ഞങ്ങൾക്ക് കടമെടുക്കാൻ ഈ നിശ്ചിതമായ 3.5, അതിൽ 0.5 പവർ സെക്ടറിലെ കടമെടുക്കാൻ പറ്റുള്ളൂ. 3% ആണ് GSTPയുടെ കടമെടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് കടമെടുക്കാൻ എല്ലാ സർക്കാരും കടമെടുക്കണ്ടേ? ആ കടമെടുക്കാനുള്ള തുക നല്ലൊരു ഭാഗം ഈ കിഫ്ബിക്ക് വേണ്ടി തിരിച്ചടക്കണം. ഇതാണ് സ്ഥിതി. ആ കിഫ്ബി ഉണ്ട്. എന്നിട്ട് അതൊരു പ്രത്യേകമായ സാമ്രാജ്യം. ധനകാര്യ വകുപ്പോട് യാതൊരു ബന്ധമില്ല. ധനകാര്യ വകുപ്പിലേക്ക് ഫയൽ വരില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല. ഒന്നുമില്ലാതെ ഒരു പ്രത്യേകമായ വേറൊരു സാമ്രാജ്യം, വേറൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കണം. അത് സ്റ്റേറ്റ് എക്സ്ചക്കറിനെ ഏതെല്ലാം തരത്തിൽ ഭരണകക്ഷിയിലായിരുന്നുവെങ്കിലും അന്ന് ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ അംഗം അദ്ദേഹം അതിനെ വളരെ ഭംഗിയായിട്ട് അതിന്റെ കുറവുകൾ അന്ന് മനസ്സിലാക്കിയ ആളാണെന്നാണ് എന്റെ വിചാരം. അന്ന് നിങ്ങൾ ആലോചിക്കണം, മുൻ മന്ത്രിയായിരുന്ന C. മുഹമ്മദ് റിയാസ് ഇവിടെ ഇരിക്കുന്നു. PWD എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അങ്ങ് PWD മന്ത്രിയായിരുന്നു. നന്നായി ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ നിന്നുള്ള ഈ വർക്കെല്ലാം എടുത്തിട്ട് പുറത്ത് ഇതുപോലത്തെ ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്ത് വലിയ തുക മേടിച്ച് 9%, 9.72% പലിശയ്ക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 6% പലിശയ്ക്ക് ബാങ്കിലിടുക. ആ പലിശ കൊടുക്കുക. ആരാണ് അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്? ബജറ്റിലാണ് അതിന്റെ മുഴുവൻ ബാധ്യത വന്നിരിക്കുന്നത്. മുഴുവൻ ബാധ്യത അതിന് ആ വർക്കിലൊക്കെ ഉണ്ടായിരിക്കുന്ന അൺനെസസറി ആയിട്ടുള്ള ഡിലേ ഇല്ലേ, ഭയങ്കര ഡിലേ ആണ്. PWDയിൽ ഡിലേ വരുന്നത് എപ്പോഴും ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാലേ. ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് PWDക്ക്, ഇപ്പോഴും ഉണ്ട് ഒരു സിസ്റ്റം. കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കുറെ കൂടെ ഭംഗിയാക്കുക. ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാൽ അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ അയാളെ മാറ്റി പിന്നെ ഒരു പുതിയ ടെൻഡർ വെച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ ആ സിസ്റ്റം എല്ലാം തകർത്ത് അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഇന്നിപ്പോ ഞങ്ങളുടെ തലയിലിരിക്കുകയാണ്. ഉള്ള കാര്യം പറഞ്ഞതാണ്. അത് ഞാൻ എല്ലാ MLA-മാരും കൂടി അറിയാൻ പറയാണ്. അത് ഒന്നുകൂടി പരിശോധിച്ച് വിദഗ്ധ അഭിപ്രായങ്ങൾ കൂടി തേടി ആർക്കും ദോഷമില്ലാത്ത കാര്യത്തിൽ സ്റ്റേറ്റിനും ചെയ്ത വർക്കുകൾക്കും ഒന്നും ദോഷകരമല്ലാത്ത രീതിയിൽ എല്ലാ MLA-മാർക്കും ടെൻഷനാണ്. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പെട്ടവർക്ക് വർക്ക് അവാർഡ് ചെയ്തു. ചിലത് AS കൊടുത്തു, ചിലത് TS കൊടുത്തു, ചിലത് ആകാശത്തും ഭൂമിയിലല്ലാതെ ചില വർക്ക് നിൽക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഭീതിയാ. നമുക്ക് ആർക്കും ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഒന്നുകൂടി പഠിക്കണം. ഒന്നുകൂടി പഠിച്ച് വളരെ വേഗത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും.